വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്രിസ്മസ് വെയേഴ്സ് കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ. വെസ്റ്റേൺ വെയേഴ്സ് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്രിസ്മസ് തീം ആയതുകൊണ്ട് തന്നെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. മീഷോയിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണല്ലോ. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ ഒരു വൺ ടൈം യൂസിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ മീഷോ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഈ കാണുന്ന കളക്ഷൻ ആണ് കേട്ടോ. ഒരു റെഡിൽ വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇത്. ഇത് തന്നെയാണോ, ഈ സെയിം പ്രൊഡക്റ്റ് തന്നെയാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഇതാണ് കേട്ടോ. സെയിം കളക്ഷൻ ആണ്. നമ്മൾ ആ പിക്ചറിൽ കണ്ടിട്ടുള്ള സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മെറ്റീരിയൽ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ വലിയ ഓക്കെ അല്ല. നമുക്ക് പറഞ്ഞല്ലോ വൺ ടൈം യൂസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആണ്. ഇതൊരു പോളിസ്റ്റർ ടൈപ്പൊക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതൊരു നല്ലൊരു റെഡാണ്, നല്ല ഉദിച്ചൊരു റെഡാണ്. റെഡ് ആൻഡ് ക്രിസ്മസിന് പറ്റിയിട്ടുള്ള കറക്റ്റ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. റെഡിൽ വൈറ്റ് ബോൾസ് ആയിട്ടാണ് പ്രിന്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദെൻ സ്ലീവ് വന്നിട്ട് എങ്ങനെയാണ് കേട്ടോ, ഒരു ഫുൾ സ്ലീവ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും 3/4 സ്ലീവ് ആയിട്ട് നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട്. ദെൻ ഒരു ബലൂൺ ടൈപ്പ് ഒരു സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ബോട്ടം സൈഡിൽ ഈ ഇലാസ്റ്റിക് വെച്ചതുകൊണ്ട് തന്നെ അങ്ങനെയാണ് നമുക്ക് സ്റ്റൈൽ ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സ്ക്വയർ നെക്കാണ്. ഈ ഒരു നമ്മുടെ ഷേപ്പിൻ്റെ പോർഷനിൽ നമുക്ക് ഇലാസ്റ്റിക് ആണ് കംപ്ലീറ്റ്ലി വന്നിട്ടുള്ളത്. ദെൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് സെപ്പറേറ്റ് പ്ലീറ്റ്, കുഞ്ഞു പ്ലീറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു സെറ്റാണ്. ഒരു ഫുൾ ലെങ്ത് എന്നൊക്കെ പറയാം. എനിക്ക് കുഴപ്പമില്ല, അത്യാവശ്യം ഫുൾ ലെങ്ത് അല്ല എങ്കിലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട്. ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ലെങ്ത് ഉണ്ട് എന്നുള്ളത്. ഫ്ലെയർഡ് ആണെന്നുണ്ടെങ്കിലും പാകത്തിനുള്ള ഫ്ലെയർഡ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഓവർ ഫ്ലെയർ എന്നൊന്നുമല്ല, കുഴപ്പമില്ലാത്ത ഒരു മീഡിയം ലെവലിൽ നമുക്ക് ഫ്ലെയർഡും വന്നിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. വേറെ പ്ലെയിൻ ആണ്, സെയിം പ്രിന്റ് ആണ്, വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വന്നിട്ടില്ല. ഈ ഒരു കളക്ഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സെയിം പിക്ചറിൽ കണ്ടിട്ടുള്ള കളക്ഷനാണ്. ദെൻ ഇവിടെ നമുക്ക് കെട്ടാനുള്ള വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, രണ്ട് സൈഡിലായിട്ടും. അപ്പം നമുക്ക് ബാക്കിൽ വേണമെങ്കിൽ കെട്ടിയിടാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ആണ് നമുക്ക് നോക്കേണ്ടത് അല്ലോ. മെറ്റീരിയൽ വൈസ് ഇതൊരു ക്രേപ്പ് മെറ്റീരിയൽ ആയിട്ടാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ദെൻ നമുക്ക് ഇതിൻ്റെ ഒരു മാക്സി ടൈപ്പ് ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ലെങ്ത് ഇല്ല, ഒരു 5 അടി ഹൈറ്റൊക്കെയുള്ള ആൾക്കാർക്ക് സെറ്റാണ് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ഏറെക്കുറെ കുഴപ്പമില്ലാത്തൊരു ലെങ്ത്ത് കിട്ടും. ഞാൻ 5.1 ആണ് എൻ്റെ ലെങ്ത്ത് വന്നിട്ട്. എനിക്ക് ഓക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് എന്നുള്ളത്. ദെൻ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള്, മീഡിയം, ലാർജ്, ഈ 3 സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 222 കേട്ടോ. മീഡിയം സൈസിൽ തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സംഭവം നമുക്ക് വൺ ടൈം യൂസിനൊക്കെ, നമുക്ക് ഒന്നാമത്തെ കാര്യം ഫെസ്റ്റിവൽ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻ ആണല്ലോ ഇതൊക്കെ. നമ്മൾ അധികം യൂസ് ചെയ്യൊന്നുമില്ല, നമുക്ക് തൽക്കാലത്തേക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ്. വിത്തൗട്ട് ലൈനിങ് ആണ്, ലൈനിങ് ഒന്നും വരുന്നില്ല. ദെൻ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓക്കെ ആണ്. ഓക്കെ, നമുക്ക് ഈ ഒരു റേറ്റിന് വേർത്തുമാണ്. 222 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. 222 ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോയിൽ നിന്ന്.
സംഭവം ഓക്കെയാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു റേറ്റിലൊക്കെ നമുക്ക് ഫെസ്റ്റിവൽ സീസണിലൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സസ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ലക്കാണല്ലോ. ആ ഒരു കളർ കോമ്പിനേഷനിൽ നോർമലി നമുക്ക് ഈ ഒരു സീസൺ ആയപ്പോൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഡ്രസ്സസിനൊക്കെ റേറ്റ് മുന്നേ കുറവുണ്ടായിരുന്ന ഡ്രസ്സിനൊക്കെ ഇപ്പോൾ റേറ്റ് കൂടിയിട്ടാണ് കാണുന്നത് കേട്ടോ ഓൺലൈനിലൊക്കെ. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഇതെനിക്ക് വർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സംഭവം കുഴപ്പമില്ല. മെറ്റീരിയൽ വൈസ് പറഞ്ഞല്ലോ ക്രേപ്പ് മെറ്റീരിയൽ ആണ്, നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ദേ കാണുന്നതാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു ഫെസ്റ്റിവൽ സീസണിന് പറ്റിയിട്ടുള്ള ഒരു കാഷ്വൽ വെയർ ഡ്രസ്സാണ് നമ്മൾ കാണിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇത്തവണ നമ്മൾ കാണിക്കുന്നത് നമുക്ക് ഫെസ്റ്റിവൽ സീസണിന് പറ്റിയിട്ടുള്ളൊരു ഫോർമൽ വെയർ കളക്ഷനാണ് കേട്ടോ. ഈ ഒരു കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒത്തിരി യൂസ് ചെയ്യാം കേട്ടോ. ഫെസ്റ്റിവൽ സീസണിൽ മാത്രമല്ല അല്ലാതെയും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ്. പ്രത്യേകിച്ച് നമുക്ക് ഫോർമലായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു കളക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഈ ഒരു കളക്ഷൻ എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ മോഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു കളക്ഷൻ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ കയ്യിൽ കിട്ടിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെയിം കളക്ഷൻ തന്നെയാണ് കേട്ടോ, ഒരു മാറ്റമില്ല. സെയിം കളക്ഷനാണ്. ഇതാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ബാക്ക് ക്യാമിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ, അതുകൊണ്ട് കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള കളക്ഷൻ. ഇതൊരു ഷർട്ട് കോളർ ടൈപ്പാണ്, ഷർട്ടിൻ്റെ ഒക്കെ ഒരു കോളർ ടൈപ്പാണ് വന്നിട്ടുള്ളത്. അത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഒരു ഫോമൽ ടച്ച് ഫീൽ ചെയ്യുന്നത് ഈ ഒരു കോളർ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ദെൻ ഇതൊരു കുത്തണ റെഡ് കളറല്ല, ഇതൊരു മെറൂൺ ഒന്നും പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡാണ് ഇതിന് വന്നിട്ടുള്ളത്. അതിലൊരു ഓഫ് വൈറ്റ് ടൈപ്പ് ഒരു ഫ്ലവർ തീമിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ്. ഇടയിൽ കംപ്ലീറ്റ്ലി ഒരു പ്രിൻ്റ് അല്ല, നമുക്ക് ഒരു കുഞ്ഞു കുഞ്ഞു പ്രിൻ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ള രീതിക്കാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. വർക്ക് ഇതാണ്. ദെൻ പഫ് സ്ലീവ് ആണ്, ഒരു കുഞ്ഞു കുഞ്ഞു പഫ് ചെറുതായിട്ട് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു ഹാഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്ലിറ്റഡ് ടോപ്പാണ്. ലൈനിങ്ങും ഇവർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത് ഇതിന് കിട്ടുന്നുണ്ട്. ലൈനിങ് ഒക്കെ നല്ല ക്വാളിറ്റി ലൈനിങ് ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓവറോൾ നമുക്ക് ഇതൊരു ഫെസ്റ്റിവൽ സീസണിൽ നമുക്ക് ചൂസ് ചെയ്യാനും ദെൻ ഫോർമലായിട്ടും കാഷ്വലായിട്ടും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു കളക്ഷൻ. അപ്പോൾ എന്തുകൊണ്ടും ഇതെടുത്തത് എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. സംഭവം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. സ്റ്റൈൽ ചെയ്തപ്പോഴാണെന്നുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അങ്ങനെ കോളർ ടൈപ്പ് ഡ്രസ്സസ് ഒന്നും എനിക്ക് വല്ലാണ്ട് ചേരാറില്ല. പക്ഷേ ഇതെന്തോ ഈ ഒരു കളർ തീമിൽ വന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. സംഭവം എനിക്കിഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഇതിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഓരോരുത്തരുടെ കണ്ണിൽ ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ എനിക്കിത് പേഴ്സണലി ഞാൻ സ്റ്റൈൽ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനത് മീഡിയം സൈസിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കോളർ ടൈപ്പാണ്. ഇവിടെ ഒരു ചെറിയൊരു വി കട്ടിങ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഭംഗി എത്രത്തോളമാണ് എന്നുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഒരു 3 കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ഒരു പർപ്പിൾ കളർ, ദെൻ ഒരു ബ്ലാക്ക് കളർ, ദെൻ മെറൂൺ. ഓക്കെ, മെറൂൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു റെഡ് കളർ. ഓക്കെ, ദെൻ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, XXL, XXL ഇത്രയും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സിൽക്സ് ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത്. സംഭവം നല്ല ഫാബ്രിക് ആണ് കേട്ടോ. അടിപൊളി കളക്ഷനാണ്. ഒരു കുർത്തിയാണ് ഇത്. ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 347 മീഷോയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 347 കേട്ടോ. ഇപ്പോൾ പ്രൈസ് കാണുന്നത് 369 ഒക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഫർ പ്രൈസ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്തോളൂ. ഇപ്പോൾ സ്മോളും മീഡിയവും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് കാണുന്നുണ്ട്. ലാർജ്, XL, XXL, XXL അല്ല, സോറി, 4XL എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ്, XL, XXL, 4XL ഇത്രയും സൈസസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ.
അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. സംഭവം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, അടിപൊളി കളക്ഷനാണ്. എന്തായാലും ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഇതേ കാണുന്ന കളക്ഷനാണ് കേട്ടോ. ഈ കാണുന്ന കളക്ഷനാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ ഞാൻ റെഡിൽ ഒരു വൈറ്റ് കോമ്പിനേഷനാണ് കാണിച്ചു തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇത്തവണ നമ്മൾ കാണിച്ചു തരുന്നത് ഒരു വൈറ്റിൽ റെഡ് കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ. ഒരു മിഡി ഡ്രസ് കളക്ഷനാണ് ഞാൻ കാണിച്ചു തരുന്നത്. സംഭവം ഇതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് കേട്ടോ. സെയിം പ്രൊഡക്റ്റാണ്, യാതൊരു മാറ്റവുമില്ല. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, മെറ്റീരിയലിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ കാര്യങ്ങളൊക്കെ. മെറ്റീരിയലൊക്കെ അടിപൊളിയാണ്. ഒരു കോട്ടൺ ഫാബ്രിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി കോട്ടൺ ആണോ റയോൺ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എനിക്ക്. മേ ബി റയോൺ ആവാം, പക്ഷെ ഒരു കോട്ടൺ ഫാബ്രിക് പോലെ എനിക്ക് ഫീൽ കിട്ടുന്നുണ്ട്. സംഭവം അടിപൊളി കളക്ഷനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ ബട്ടർഫ്ലൈ തീമിലാണ് റെഡ് പ്രിന്റ് കൊടുത്തിട്ടുള്ളത്. ഇത് പ്രിന്റ് ആണ് കേട്ടോ. സംഭവം ഇത് ഒരു ബട്ടർഫ്ലൈ തീമിൽ കൊടുത്തത് കൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സംഭവം കംപ്ലീറ്റ്ലി അതാണ്, വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇങ്ങനെ തന്നെയാണ്, ഒരു മിഡി ഡ്രസ് കളക്ഷനാണ്. നമുക്ക് ഈ ഷേപ്പിൻ്റെ ഈ പോർഷനിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് സെപ്പറേറ്റ് പ്ലീറ്റ് ഒക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ബോട്ടം സൈഡിൽ സെപ്പറേറ്റ് കട്ടിങ്ങും പ്ലീറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ വർക്ക് ആയിട്ടുള്ളത്. പിന്നെ സ്ലീവ് വന്നിട്ട് ഒരു സിമ്പിൾ പ്ലീറ്റ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ മാത്രം സിമ്പിളായിട്ട് ഒരു പ്ലീറ്റ് കൊടുത്തിട്ട് ഒരു ഹാഫ് പഫ് സ്ലീവ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. സ്ക്വയർ നെക്കാണ് കേട്ടോ. ബാക്ക് റൗണ്ട് ആണ്, നോർമൽ റെഡിമെയ്ഡിൻ്റെ നെക്ക് തന്നെയാണ് ബാക്ക് നെക്ക് വന്നിട്ടുള്ളത്. ദെൻ ഫ്രണ്ട് നെക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇറക്കത്തോടൊക്കെ കൂടിയിട്ട് തന്നെ നമുക്കൊരു സ്ക്വയർ നെക്കാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതാണ് ഒരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ, പ്യുവർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് കളറാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഈ ഒരു പോർഷൻ വരെ, ഈ ഒരു കട്ടിങ് വരെ നമുക്ക് ലൈനിങ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ലൈനിങ് ഇല്ല കേട്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് ലൈനിങ് ഇല്ല. ദെൻ ഇവിടുന്ന് ഇങ്ങോട്ട് ലൈനിങ് ഉണ്ട്, സ്ലീവിലും ലൈനിങ് ഇല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവർ വ്യൂ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഇതാണ്. ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഭംഗി എത്രത്തോളമാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കോട്ടൺ ബ്ലെൻഡ് ഫാബ്രിക് ആണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കോട്ടൺ ആണോ റയോൺ ആണോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കോട്ടൺ പോലെ എനിക്ക് ഫീൽ ചെയ്തേ. കോട്ടൺ ബ്ലെൻഡ് ഫാബ്രിക് ആണ് ഇത് വന്നിട്ടുള്ളത്. മിഡി ഡ്രസ് കളക്ഷനാണ്. സ്മോള്, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ഇത്രയും സൈസസ് അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ട്. ഓരോ സൈസസിനും പ്രൈസിൽ ചേഞ്ചസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സ്മോളിന് 486 ആണെന്നുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ വരെ ഉള്ളതിന് 491 ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ച് കാണിക്കുന്നത്. ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 451 മീഷോയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഡയറക്റ്റ് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് കളക്ഷൻ ആണ് കേട്ടോ. ടോപ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് കളക്ഷൻ്റെ ഒക്കെ വീഡിയോയ്ക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു വൈറ്റ് ക്രോപ്പ് ടോപ്പ് തന്നെയാണ് ഞാൻ ഇത്തവണയും കാണിച്ചു തരുന്നത്. കാരണം ഇതിനായിട്ട് ഇനി വേറൊരു ടോപ്പ് പർച്ചേസ് ചെയ്യേണ്ടെന്ന് തോന്നി. അത് തന്നെ എനിക്ക് ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം ഞാൻ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു സ്കേർട്ട് മാത്രമേ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇനിയിപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വേറെയും ഒരു കളക്ഷൻസ്, സ്കേർട്ട് ആൻഡ് ടോപ്പ് കളക്ഷൻസ് കാണിക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും ക്രോപ്പ് ടോപ്പ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്മസ് തീമാണല്ലോ. അപ്പോൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വൈറ്റ് ക്രോപ്പ് ടോപ്പ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു റെഡ് സ്കേർട്ട് എടുക്കാം, പ്ലെയിൻ സ്കേർട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഈ കാണുന്ന കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോപ്പ് ടോപ്പ്. ദെൻ ഇതാണ് പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ഈ രണ്ട് കളക്ഷനാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഒരു സ്ക്വയർ നെക്കിലൊക്കെയാണ്. ദെൻ പഫ് സ്ലീവ്, ഷോർട്ട് പഫ് സ്ലീവ് ആണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഇലാസ്റ്റിക് ബോട്ടം സൈഡിൽ വന്നതുകൊണ്ട് തന്നെ
നല്ല പ്ലീറ്റോട് കൂടി തന്നെ കിടക്കുന്നുണ്ട്. നല്ലൊരു പഫായിട്ട് തന്നെ ഒരു സിമ്പിൾ പഫായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ പർച്ചേസ് ഉള്ള ലാർജ് സൈസിലാണ്. ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടിയ സൈസിലാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സ്കിൻ ഫിറ്റ് ആയിട്ട് കിടക്കണ്ടെന്ന് വിചാരിച്ചു. ഇത് അങ്ങനെ കിടക്കുമ്പോഴാണ് എനിക്കൊരു വൃത്തി ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് സൈസ് കൂടിയതാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ചുരുക്കിയിട്ടേക്കാണ്. ഇവിടെ നമുക്ക് വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അഡ്ജസ്റ്റബിൾ ആണ്. ഞാൻ ചുരുക്കിയിട്ടത് കൊണ്ട് തന്നെ ഇവിടെ ഒരു കയറിയിട്ട കിടക്കാൻ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക ഭംഗി ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കുവാണ് കേട്ടോ. നമുക്ക് രണ്ട് ടൈപ്പിലും ഇത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഈ ഒരു ടോപ്പിൻ്റെ ഈ ഒരു ബോട്ടം സൈഡിലായിട്ട് സെപ്പറേറ്റ് കട്ടിംഗ് ഒക്കെയാണ്, പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഭംഗിയുണ്ട് കേട്ടോ. സ്റ്റൈൽ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് പറഞ്ഞോളൂ. ദെൻ നമുക്ക് സ്കേർട്ട് വന്നിട്ടുള്ളത് ഇതാണ് സ്കേർട്ട്. ഓക്കെ, സ്കേർട്ടിൽ നമുക്ക് വിത്തൗട്ട് ലൈനിങ് ആണ്. ടോപ്പിൽ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. ഇതൊരു കോട്ടൺ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത്. ലൈനിങ് വന്നിട്ടുണ്ട്. ദെൻ സ്കേർട്ട് ആണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ലൈനിങ് ആണ്, ഇലാസ്റ്റിക് ആണ്. ദെൻ പ്ലീറ്റോട് കൂടിയിട്ടുള്ള പ്ലീറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് ഇത് കാണുമ്പോൾ വളരെ സൈസ് കുറവ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഇത് കറക്റ്റ് സൈസാണ് കേട്ടോ. സംഭവം ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് ചെയ്തത് കൊണ്ട് തന്നെ നല്ല ഒതുങ്ങി കിടക്കുന്നുണ്ട് സംഭവം. അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത ലെങ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കേർട്ടിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇതൊരു ക്രേപ്പ് ഫാബ്രിക്, ഈ സെയിം ഫാബ്രിക് തന്നെയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു ഇതിലുള്ളത്. ക്രേപ്പ് ഫാബ്രിക് തന്നെയാണ്. അപ്പോൾ ക്രേപ്പ് ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് 26, 28, 30, 32, 34, 36 ഇത്രയും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 32 ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൈസ് കൂടിയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ എൻ്റെ കറക്റ്റ് സൈസ് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 32 ആണ് എൻ്റെ സൈസ് വന്നിട്ടുള്ളത്. 32 ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ഫിറ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ദെൻ ക്രിസ്മസ് തീം ആയതുകൊണ്ട് തന്നെ ഞാൻ റെഡ് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 248 നമ്മുടെ മീഷോയിൽ നിന്ന് ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്രോപ്പ് ടോപ്പിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. ടോപ്പ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ലാർജ് സൈസിലാണ് എടുത്തിട്ടുള്ളത്. ദെൻ കോട്ടൺ ഫാബ്രിക് ആണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈസസ് സ്മോൾ, മീഡിയം, ലാർജ് ഇത്രയും സൈസസ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 270 270 നമുക്ക് ലാഭാണ് കേട്ടോ. 270 നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ക്രോപ്പ് ടോപ്പാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ 270 ഇത് നമുക്ക് ലാഭം തന്നെയാണ്. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ദെൻ സ്കേർട്ടിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 248 248, 270 ഒക്കെ ഏകദേശം നമുക്ക് സെറ്റാണ്. ഈ ഒരു പ്രൈസിൽ നമുക്ക് സ്കേർട്ടും ടോപ്പും കിട്ടാന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. നല്ല കളക്ഷൻസ് ആണ്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്, ഈ രണ്ട് കളക്ഷൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. നല്ല കളക്ഷൻ തന്നെയാണ് കേട്ടോ. എന്തായാലും സ്റ്റൈൽ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റ് കളക്ഷൻ കാണാം. ലാസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് പാളിപ്പോയിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ. സംഭവം ക്രിസ്മസ് തീമിലൊക്കെ നമ്മൾ ആശിച്ചെടുത്തിട്ടുള്ള ഒരു കളക്ഷനായിരുന്നു ഞാനത്. പക്ഷേ മെറ്റീരിയൽ വൈസ് ഓക്കെ ആണ്. പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ പിക്ചർ കൊടുക്കാം. ഈ ഒരു കളക്ഷനാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പം ആകെ ഒരുമാതിരി ഷോക്കായി. എനിക്കിത് ആദ്യമായിട്ടാണ് മീഷോയിൽ നിന്ന് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായത്. റിട്ടേൺ അയക്കാവുന്നേ ഉള്ളൂ. ഞാൻ വീഡിയോ ചെയ്തിട്ട് റിട്ടേൺ അയക്കാമെന്ന് വിചാരിച്ചു. ടൈം ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കളക്ഷൻ കാണാം കേട്ടോ. ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ള കളക്ഷനാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയത് സെയിം കളക്ഷൻ ആണെങ്കിൽ പോലും സൈസ് വന്നിട്ടുള്ളത് XXL ആണ്. XXL പറയാലോ. നെക്കൊക്കെ നോക്കൂ. ബാക്ക് നെക്ക് ഇങ്ങനെയൊക്കെയാണ്. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പോലും പറ്റാത്തൊരു സൈസിലാണ്. നമുക്കൊന്ന് ഷേപ്പ് ചെയ്തിടാൻ പോലും പറ്റില്ല. ബാക്ക് നെക്കൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടൊക്കെയാണ്. ദെൻ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും എനിക്കൊരു മാതിരി ഡിസ്കംഫർട്ടാണ്. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല.
ഫ്രണ്ട് നെക്ക് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കയറിയിട്ടൊക്കെയാണ്, നല്ല വൈഡൊക്കെ ഉണ്ട്. അപ്പം നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിടക്കില്ല. നല്ല വലിയ സൈസാണ് കേട്ടോ, XXL അല്ലേ, അതിൻ്റെ ഒരു ഫോൾട്ട് ഉണ്ട്. ദെൻ അത് മാത്രമല്ല ഒരു ഫിനിഷിംഗ് ഇല്ല, ഒരു ഹാർട്ട് തീമിലാണ് ഇത് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ത്രെഡ് വർക്ക് ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. അതൊരു പ്യുവർ വൈറ്റ് ആണ്. പ്യുവർ വൈറ്റിൽ ഒരു റെഡ് നമുക്ക് ത്രെഡ് വർക്ക് ആണ് ഹാർട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു എംബ്രോയിഡറി വർക്ക്, മെഷീനിൽ ഉള്ള ഒരു മെഷീൻ വർക്ക് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സംഭവം ഇതിൻ്റെ അടുത്ത ഫോൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനിഷിംഗ് ഇല്ല. ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇതിൽ ഇടയിലെ ഹാർട്ടൊക്കെ ഒരു കംപ്ലീറ്റ് അല്ലാത്തൊരു ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇവിടെ കാണാൻ പറ്റും, ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പാണ്. ദെൻ വേറെ സൈഡിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്തൊരു ഫീലാണ് കിട്ടുന്നത്. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നതല്ലേ, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫോൾട്ട് തന്നെയാണ്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്നോ രണ്ടോ സൈസ് കൂടിയാലും നമുക്ക് വിഷയമില്ലായിരുന്നു. ഇത് XXL ആണ് കിടക്കുന്നത്. എൻ്റെ മീഡിയം സൈസും XXL എത്ര ലോങ്ങാ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു സൈസിൽ ചേഞ്ചസ് വന്നാവാം. പിന്നെ ഈ ഫോൾട്ട് ചിലപ്പോൾ എല്ലാ പ്രൊഡക്റ്റിലും ഉണ്ടായിക്കോളുന്നില്ല. സൈസ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്ന സൈസ് അയച്ചതാണോ എന്ന് എനിക്ക് അറിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് നോക്കാം. അപ്പം ഇതൊരു സ്ലിറ്റഡ് ടോപ്പാണ് കേട്ടോ. പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം. എനിക്ക് എന്തായാലും ഇത് ഇട്ട് കാണിക്കാൻ പറ്റില്ല. ഞാൻ പിക്ചർ നമുക്ക് മീഷോയിൽ അവരുടെ സൈറ്റിൽ ഇട്ടിട്ടുള്ള പിക്ചർ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. ഒരു സ്ലിറ്റഡ് ടോപ്പാണ്, അടിപൊളി കളക്ഷനാണ് സംഭവം. പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടിയത് ഒന്ന് പാളിപ്പോയെന്ന് മാത്രം. സൈസ് അങ്ങനെ ആയതുകൊണ്ടാണ്. ഇത് റയോൺ ഫാബ്രിക് ആണ് പറയുന്നത് കേട്ടോ. ഒരു കോട്ടൺ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. റയോൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. സ്മോള്, മീഡിയം, ലാർജ്, XXL, XXL ഇത്രയും സൈസസ് ആണ് അവൈലബിൾ ആയി കാണുന്നത്. ഇതൊക്കെ അവൈലബിൾ ആയിട്ട് എന്തുകൊണ്ട് എനിക്ക് XXL തന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. നല്ല ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫീഡ്ബാക്കിനൊപ്പം തന്നെ മോശം ഫീഡ്ബാക്ക് കൊണ്ട് പറയാൻ പറ്റില്ല. 3.4 സ്റ്റാറൊക്കെയാണ് ഇതിനുള്ളത്. പക്ഷേ പിക്ചർ വൈസ് ഒക്കെ ഞാൻ ഫീഡ്ബാക്ക് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഫീഡ്ബാക്കാണ്. അപ്പോൾ എനിക്ക് മാത്രമാവും ഒന്ന് മാറി കിട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചുരുക്കം ചില ആൾക്കാർക്കായിരിക്കും ഒന്ന് മാറി കിട്ടിയിട്ടുണ്ടാവുക കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിക്കോളുന്നില്ല. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്കിതിൻ്റെ പ്രൈസാണ്. ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് 333 ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. സംഭവം ഇത് ഞാൻ റിട്ടേൺ അയക്കുകയാണ്. കാരണം എനിക്കിത് ഉപയോഗിക്കാൻ പറ്റാത്ത ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്കിത് പാളിപ്പോയി. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഡെക്കറേഷന് പറ്റിയിട്ടുള്ള ഈ ഒരു കളക്ഷനാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു ഫ്രെയിമോട് കൂടിയിട്ട് ഒരു ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് നമ്മുടെ വാളിലൊക്കെ തൂക്കിയിടാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പാണ് ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. ഇതും കൂടി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 119 ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു വുഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ബാക്ക് ഇങ്ങനെയാണ്. ഇതൊരു വുഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതെന്തോ പ്രിൻ്റ് എന്തോ ഒട്ടിച്ചേക്കാണ്. ഇവിടെ ഒരു ഒരയുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീൽ. ഇതൊരു 3D ലുക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് എങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. സംഭവം ഇത് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഹാങ്ങിങ് ആണ്. നമുക്ക് ഭിത്തിയിലൊക്കെ തൂക്കിയിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ്. ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ചിരിക്കുന്നത് നല്ലതല്ലേ. നമുക്കിതൊക്കെ വല്ലപ്പോഴല്ലേ. ഇത് സെലിബ്രേറ്റിംഗ് മൂഡ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാനൊന്ന് മേടിച്ചതാണ് കേട്ടോ. മീഷോയിൽ കണ്ടപ്പോൾ
ക്രിസ്മസ് കളക്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കണതിനിടയിൽ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ജസ്റ്റ് ഞാനൊന്ന് ലിങ്ക് എന്തായാലും ഞാൻ കൊടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ എന്ന് എനിക്കറിയില്ല, കാരണം ഈ ഒരു വീഡിയോ വരാൻ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ നല്ലോണം ലേറ്റായി. ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്ന പ്രൊഡക്റ്റ് അതെനിക്ക് ഇന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇന്നെന്ന് പറയുമ്പോൾ ഇന്ന് ഡേറ്റ് വന്നിട്ട് 21-നാണ് ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇത്രയും ലേറ്റ് ആവുമെന്ന് വിചാരിച്ചില്ല. ആ ഒരു പ്രൊഡക്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അത് അത്യാവശ്യം ലേറ്റായിട്ട് തന്നെയാണ്. മാക്സിമം ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ 22 ആയിരിക്കും ഈ ഒരു വീഡിയോ അപ്ലോഡഡ് ആവുക. എനിക്കറിയില്ല, അത്യാവശ്യം ലേറ്റായി എന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷ കൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അതോടൊപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക്